Hello, welcome to Market Discussion of the Day. Today, May 2nd, 2025, Friday ആണ്. സോ ഇന്ന് എനിക്ക് കുറച്ച് ലേറ്റായി ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട്. മെയിനായിട്ടുള്ളൊരു കാര്യം ഇന്ന് റെക്കോർഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്, കാരണം NFP ഡേ ആണ്, മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസം ആയതുകൊണ്ടിട്ട്. പക്ഷേ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചത് കൊണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ എന്തായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് വരുന്ന ദിവസമാണ് നോൺ ഫാം പേറോൾ ന്യൂസ്. UK ടൈമിംഗ് 1:30 മണിക്കാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ഓക്കെ, സോ ഇപ്പോൾ 12:40 ഏകദേശം ഒരു മണിക്കൂറിനകത്ത് വെച്ചിട്ട് ഈ ന്യൂസ് വരും. ഇത് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനായിട്ട് ഉള്ള റീസൺ, ഇപ്പോൾ ഇതിൻ്റെ നോൺ ഫാം പേറോൾ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നോൺ ഫാം പേറോൾ എന്നുള്ള കാര്യം പറയാം. നോൺ ഫാം പേറോൾ പ്രസൻസ് ദ നമ്പർ ഓഫ് ന്യൂ ജോബ്സ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ ഗിവൺ മന്ത് ഇൻ ഓൾ നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഓഫ് ദ US. അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഒഴിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള പുതിയ ജോബ് എത്രണ്ണം ക്രിയേറ്റഡ് ആയി എന്നുള്ള ജോബ് ഡേറ്റയാണ് ആക്ച്വലി ഈ പറയുന്ന NFP എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഇന്ന് എന്താ പറയുക, കഴിഞ്ഞ ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 128K ആണ്. പ്രീവിയസ് വന്നിട്ടുള്ളത് 228K ആണ്. നമുക്ക് എത്രയാണ് ജോബ് ഡേറ്റ വരുന്നത് എന്നുള്ള കാര്യം അറിയില്ല. ഇതിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എന്താണ് വരുന്നതെന്നും ഉള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, സോ കഴിഞ്ഞ 2 ദിവസം മുന്നേ വന്ന GDP അനൗൺസ്മെൻറ്റ് വളരെ നെഗറ്റീവായിട്ടാണ് US എക്കണോമിയെ ബാധിച്ചിട്ടുള്ളത്. അതും ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വേണം നമ്മളിത് ഈ നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വായിക്കാനായിട്ട്. സോ അതിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഓൾറെഡി ഇപ്പോൾ താരിഫ് അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം പല രാജ്യങ്ങളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചൈനയ്ക്ക് US പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോൾ 225% എന്തോ ആണ് അവിടുത്തെ താരിഫ് നിശ്ചയിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇരട്ടിയെക്കാട്ടിലും കൂടുതൽ വില കൊടുത്തിട്ട് വേണം ആ സാധനം വാങ്ങാനായിട്ട്. സോ അതുകൊണ്ടിട്ട് ചൈനീസ് മാനുഫാക്ചറിങ് എക്സ്പോർട്ടിങ് കമ്പനീസ് കംബോഡിയ ത്രൂ ഒക്കെ അവിടെ വിൽക്കാനായിട്ട് ശ്രമിക്കുകയും പിന്നീട് കംബോഡിയയിൽ താരിഫ് കൂട്ടുകയൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനൊരു സിറ്റുവേഷൻ ബാക്കിൽ നടക്കുന്നുണ്ട്. താരിഫിനെ പ്രമാണിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ജോബ് ഡേറ്റയെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല റിക്രൂട്ട്മെൻറ്റ്സും ഇപ്പോൾ ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനീസ് അവിടെ വരുന്നുണ്ട് US. അത് കാരണം ഒരുപാട് ആൾക്കാർക്ക് ജോബ് കിട്ടുന്നുണ്ട്. പക്ഷേ സാധനങ്ങളുടെ വില കൂടുന്നത് കൊണ്ടിട്ട് എന്താ പറയുക, റീറ്റെയിൽ രംഗത്തെ ആൾക്കാരുടെ ജോബ് പോവുകയും ചെയ്യുന്നു. ഓക്കെ, സോ ഇത് രണ്ടും തമ്മിലുള്ളൊരു മത്സരമായിരിക്കും ആക്ച്വലി ഇന്ന് NFPയിൽ ന്യൂസ് വരാനായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയില്ല. വളരെ ഇപ്പോൾ ഓൾറെഡി പല ബാങ്കുകളും പറയുന്നത് എന്താ പറയുക, US എക്കണോമി ഒരു റിസഷനിലോട്ട് പോവുകയാണ്. ഓൾറെഡി ഒരു 60% പോസിബിലിറ്റി ആണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് വളരെ നിർണായകമാണ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഇന്ന് ജോബ് ഡേറ്റ വളരെ നെഗറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ 60% എന്നുള്ളത് വളരെ കൂടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് എന്താ പറയുക ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ളത്. സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഗോൾഡിൽ നിന്ന് എന്തായാലും മാറി നിൽക്കുക. ഓക്കെ, കാരണം സ്റ്റക്കായി പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും മാർക്കറ്റ് തുറന്ന് തന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY പോകുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 144.492 ആണ്. ഓക്കെ, സോ ഇന്ന് എന്താ പറയുക, നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒരു കമൻസും ഇല്ല 144 എടുത്ത് കിട്ടിയാലോ എനിക്കറിയില്ല. സോ ഇന്ന് NFP ഡേറ്റ അനുസരിച്ചിരിക്കും 144 നിന്ന് 148 എന്നും 144 നിന്ന് 140 എന്നുള്ളൊരു കാര്യം ജോബ് ഡേറ്റ അനുസരിച്ചിരിക്കും. ഓക്കെ, സോ ഇന്ന് 144 ബ്രേക്ക് ചെയ്തില്ല. തിങ്കളാഴ്ച രാവിലെ, ഇനി ഞാൻ പറയുന്നതെല്ലാം തിങ്കളാഴ്ച രാവിലത്തേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. ഓക്കെ, അത് ഇന്നത്തെ ദിവസം അത് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഇപ്പോൾ 144 അടുത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഉറപ്പൊന്നുമില്ല കേട്ടോ, കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ധൈര്യമായിട്ട് ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. 144 to 48 എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ്, അടുത്ത വീക്കിലെ ടാർഗറ്റാണ് കേട്ടോ. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. യൂറോയിലോട്ട് വരുമ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, റീട്രേസ് ചെയ്ത് 1.100 അവിടെ വന്നാൽ അവിടുന്ന് ഒരു നല്ലൊരു ബൈ പോയിന്റ് ഉണ്ട്. അവിടുന്ന് ഒരു ലോങ്ങർ ടേമിലോട്ട് നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ മുന്നേ മുതലേ ഉള്ള എൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അല്ലേ. 1.100 അടുത്ത് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം. 1.1
1.0800 അവിടെ കിട്ടിയാൽ അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബൈ പോയിന്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്ന് തൽക്കാലത്തേക്ക് യൂറോയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ മാർക്കറ്റ് അധികം തിങ്കളാഴ്ച നമുക്ക് ബാക്കി ഡിസ്കഷൻസ് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇന്ന് NFP വരുന്നത് തിങ്കളാഴ്ചയും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റൊന്ന് സെറ്റിൽ ഡൗൺ ഒക്കെ ചെയ്യണ്ടേ NFP ഡേറ്റിക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ടിട്ട് തൽക്കാലം യൂറോയിൽ നിന്നും മാറി നിൽക്കുക. ഇന്ന് നമുക്ക് ചിലപ്പോൾ NFP തന്നെ 1.100 കൊണ്ട് എത്തിക്കാം എന്നും പറഞ്ഞ് ഇവിടുന്ന് സെല്ലെടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, സോ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.32973 എന്ന് പറയുന്ന റേഞ്ചിലാണ് മാർക്കറ്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കലി നോക്കിയാൽ ഡൗൺ ട്രെൻഡ് ആണെന്ന് നമുക്ക് കാണാം. ഓക്കെ, ടെക്നിക്കലി എന്താ പറയുക, നല്ലൊരു ഡൗൺ സൈഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഒരു മാർക്കറ്റ് അവേഴ്സിൽ പോലും 1.3300 താഴെ മുകളിലായിട്ട് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടിട്ട് ഇന്ന് പ്രത്യേകിച്ച് കമൻസ് ഒന്നുമില്ല, ബൈ ചെയ്യണം സെല്ല് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താ പറയുക, മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആവാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും തുറന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമുക്കൊരു തീരുമാനമെടുത്ത് പോകാനായിട്ടെന്ന് വീണ്ടും ഞാൻ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് GBP ഒക്കെ 1.100 ആണ് ഏറ്റവും നല്ലൊരു ബൈ എൻട്രി പോയിന്റ് ഉള്ളത്. 1.100 അടുത്ത് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം, ലോങ്ങർ ടൈമിലോട്ടുള്ളൊരു ബൈ ചെയ്യാം എന്നുള്ളതാണ്. സെല്ല് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമുക്ക് തിങ്കളാഴ്ച സംസാരിക്കുന്ന മാർക്കറ്റ് എവിടെ എത്തിയെന്ന് നോക്കിയിട്ട് സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മളുടെ ഗോൾഡിലോട്ട് പറയുമ്പോൾ ഗോൾഡ് ഇന്നലെ ഞാൻ ഒരു കമൻറ്റും ഇല്ലെന്ന് പറഞ്ഞു. ഗോൾഡിൽ പറയാനായിട്ടുള്ള കാര്യം, ഇന്ന് NFP ന്യൂസിന് ശേഷം മാർക്കറ്റ് താഴെ പോവുകയാണ്. 3180 എന്ന് പറയുന്ന റേഞ്ചിൽ നമുക്ക് തിങ്കളാഴ്ച കിട്ടിയാൽ 3180 ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒരു 100 പിപ്പോളം താഴെ പോകണം, 1000 പിപ്പോളം താഴെ പോകണം. അത് നിങ്ങൾക്കറിയാമല്ലോ, ഇന്നലെയും ഓൾമോസ്റ്റ് 700 പിപ്പ് താഴെ പോയ മാർക്കറ്റാണ്. ഇവിടുന്ന് 700 പിപ്പ് 3200 എന്ന റേഞ്ചിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ 3180 എന്ന് പറയുന്ന റേഞ്ചിൽ മാർക്കറ്റ് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ധൈര്യമായിട്ട് ബൈ ചെയ്ത് പോകാം. കാരണം 3180 എന്ന് പറയുന്നത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം ആയതുകൊണ്ടിട്ട് നമുക്ക് 3180 എന്ന് പറയുന്ന ലെവലിലോട്ട് പോകാനായിട്ട് സാധിക്കും. അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം തിങ്കളാഴ്ച രാവിലെ. അല്ല 3230 അവിടെ സപ്പോർട്ട് ചെയ്ത് 3230 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഇന്ന് അവസാനിക്കുന്നതെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 3230 എന്ന് പറയുന്ന റേഞ്ചിലാണ് നമുക്ക് മാർക്കറ്റ് കിട്ടിയതെങ്കിൽ നമുക്ക് അവിടുന്നും ഒരു നല്ലൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ചത്തെ റേഞ്ച് എന്ന് പറയുന്നത് 3230 to 3330 ആണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയി ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ള. ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡിൽ ട്രേഡ് എടുക്കാൻ ഞാൻ പറയത്തില്ല, പക്ഷേ എന്നിരുന്നാലും ഗോൾഡിൽ ട്രേഡ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞ കാര്യം മാത്രമാണിത് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. നമ്മളുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് നടക്കുന്നുണ്ട്. അടുത്ത ചൊവ്വാഴ്ച വീണ്ടും നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. 1 മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും 7:30ക്കും 10:30ക്കും സെയിം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നൊരു ബാച്ചായിരിക്കും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് പറയുന്ന എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കാവുള്ളൂ. ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ള പേരിൽ മെസ്സേജ് അയക്കാതിരിക്കുക. ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് ആണ്. ഓൾറെഡി നമ്മുടെ പെയ്ഡ് കോഴ്സ് 1 മാസം നീണ്ടു നിൽക്കുന്ന പെയ്ഡ് കോഴ്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് ക്ലാസ് ഇന്ന് നടക്കുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് എല്ലാ മാസവും അതങ്ങനെ എന്താ പറയുക ഫ്രീ അല്ലാത്ത പെയ്ഡായിട്ടുള്ളൊരു കോഴ്സ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ഒരു കോഴ്സിൻ്റെ ഫീസും ബാക്കി കാര്യങ്ങളുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസും കോർഡിനേഷനും നടത്തുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.